നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. മുണ്ടേരി കുറ്റ്യാട്ടൂർ അതിർത്തി പങ്കിടുന്ന മാണിയൂർ തോടിന്റെ കൈത്തോടിൽ നിരവധി മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. മഴക്കാലത്ത് നാട്ടുകാർ മത്സ്യം പിടിക്കുന്നതിന് ഇവിടെ പതിവായി എത്താറുണ്ട്. എന്നാൽ 2 ദിവസം മുന്നേ മുതൽ വെള്ളത്തിന് നിറവ്യത്യാസവും എണ്ണമയവും കണ്ടു തുടങ്ങി. ഇന്നലെ മുതൽ നിരവധി മത്സ്യങ്ങൾ ചത്തുപൊന്തിയതായും നാട്ടുകാർ പറഞ്ഞു. വെള്ളത്തിന്റെ അടിത്തട്ടിൽ മാത്രം കാണുന്ന ഏട്ട മത്സ്യം പോലെയുള്ളവ വെള്ളത്തിന് മുകളിൽ വന്ന് അവശത നേരിടുന്നതായും നാട്ടുകാർ പറഞ്ഞു. 4 ദിവസമായി നമ്മുടെ തോട്ടിലെ വെള്ളം കറുത്തിട്ട് കാണുന്ന ഒരു നെയ്മ് ഒരു കെമിക്കൽ പോലെ കാണുന്നത്. ഇപ്പോൾ മീൻ 2 ദിവസമായി മീൻ ചത്തിട്ട് പൊന്തുന്നു. അതിപ്പോൾ ഭയങ്കര ഒരു ഇതായിട്ടുള്ളത്, ഭയങ്കര വെള്ളം ഫുൾ കറുത്തിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ഇത് ഉറവിടം കിട്ടുന്നില്ല. കുറവൊരു ഭാഗത്തുനിന്ന് വരുന്ന തോടാണ് അത്. ഇവിടെ ഇപ്പം മീൻകടവ് പാലത്തിനടുത്ത് മീൻ ഫുള്ള് ചത്തിട്ട് പൊന്തിട്ടുള്ളൂ. ആര് വന്നാലും കാണാൻ പറ്റൂ. അതിന് അധികൃതരൊന്ന് പെട്ടെന്ന് അതിൻ്റെ ഒരു പരിഹാരം കാണണം. നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിൻസിത എം എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും അന്വേഷണം നടത്തി വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. മുണ്ടേരി ഗ്രാമപഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ കുറ്റ്യാട്ടൂർ പഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന മാണിയൂർ വയൽത്തോടിന്റെ ഭാഗമായിട്ട് അവിടെ ഇന്നലെ 2-3 ദിവസങ്ങളായിട്ട് മഴ ഇപ്പോൾ ഉണ്ട് എങ്കിലും അവിടെ വെള്ളത്തിൽ കളറ് വ്യത്യാസം സംഭവിച്ചതിനെ തുടർന്ന് അവിടുത്തെ ജനങ്ങൾ നമ്മളോട് കാര്യങ്ങൾ പറയുകയും ഇന്നാണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ അതിൽ വെള്ളം മലിനമായിട്ടുണ്ട്, കറുപ്പ് കളറ് വന്നിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പം മഴയായതുകൊണ്ട് കൂടുതലായിട്ട് നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ കുറേ മത്സ്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചത്തുപൊന്തിയതിൻ്റെ കാഴ്ച നമുക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഒരു തോട്, അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഈ ഒരു സമയത്ത് ഒരു ഉപജീവനം എന്നുള്ള രീതിയിൽ മത്സ്യങ്ങളെ പിടിച്ച് ഭക്ഷണം ആക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഈ ചത്തുപൊന്തിയതിൻ്റെ സാഹചര്യത്തിൽ അതൊന്ന് അന്വേഷിച്ച് അതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടികൾ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് അന്വേഷിച്ച് ഗ്രാമപഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറയാനുള്ളത്. മഴക്കാലത്ത് ഉപജീവനത്തിനും ആഹാരത്തിനുമായി മത്സ്യം പിടിക്കുന്നവർക്ക് ഏറെ പ്രയാസം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ അവസ്ഥ.